ജനുവരി 20 മാർക്കോസ് 3:20 മുതൽ 21 വരെ വാക്യങ്ങൾ. ടെഡി എന്ന പേരിൽ ഒരു കഥയുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കഥയിലെ ചെറുപ്പക്കാരനായ ടെഡി പറയുന്നു. അമേരിക്കയിൽ ധ്യാനിക്കുവാനും ആത്മീയ ജീവിതം നയിക്കുവാനും ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശ്രമിച്ചാൽ ചിലർ വിചാരിക്കും ഇത് ഒരു വിചിത്ര ജീവിയാണ് എന്ന്. ഒരു തരത്തിൽ ഞാനൊരു വട്ടനാണെന്നാണ് എൻ്റെ അച്ഛൻ കരുതുന്നത്. എൻ്റെ അമ്മ പറയുന്നത് എപ്പോഴും ഞാൻ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ്. അത് എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണത്രേ. യേശുവിനും ഇതുപോലെ തൻ്റെ ബന്ധുക്കളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ചില അനുഭവങ്ങളുണ്ടായി. അവൻ്റെ ഭക്ഷണവും ശരിയായ വിശ്രമവും ഇല്ലായ്മ അവരെ പരിഭ്രാന്തരാക്കി. അവന് വട്ടാണെന്ന് പോലും അവർ കരുതി. ചില സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ വിശ്വാസങ്ങളോ പെരുമാറ്റങ്ങളോ മനസ്സിലാകണമെന്നില്ല. നമ്മുടെ ബന്ധുക്കൾ നമ്മോട് യോജിക്കുന്നില്ലെങ്കിലും അവർ നമ്മളെ സ്നേഹിക്കുന്നത് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ നാമും മാനിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ശരിയായത് എന്ന് തോന്നുന്നത് മറ്റേ ആൾക്ക് ശരിയാകണമെന്നുമില്ല. ഇന്നത്തെ സുവിശേഷ വായനയിൽ ശ്രദ്ധേയമായത് ജനങ്ങളെ സേവിക്കാനുള്ള യേശുവിൻ്റെ സമർപ്പണ ബോധമാണ്. ജനങ്ങളെ സഹായിക്കാനും സുഖപ്പെടുത്താനും പഠിപ്പിക്കാനും അവൻ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. എന്നാൽ ആ തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിലും ഓവർ ടൈം ജോലി ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. എന്നിരുന്നാലും തൻ്റെ പ്രാർത്ഥനാ സമയം ഒരിക്കലും യേശു അവഗണിച്ചിട്ടില്ല എന്ന് മറ്റു സുവിശേഷ വിവരണങ്ങളിൽ നാം വായിക്കുന്നു. മലമുകളിലേക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനായി അവൻ പലപ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് പോയി. ഇവിടെ നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. ഏതൊരു തിരക്കേറിയ ദിവസത്തെയും നേരിടാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.